Dear students, welcome back. Today we are going to discuss how to prepare an income and expenditure account of a non-profit organization. A non-profit organization income and expenditure account എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണ സോൾ ട്രേഡിംഗ് കൺസേൺഡ് അല്ലെങ്കിൽ നോർമൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ വർഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അതേപോലെ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പൊ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് നോക്കി നോക്കാം. ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ അക്കൗണ്ടിങ് ഇയർ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് prepared on accrual basis in the case of business organization. It includes only revenue items and the balance at the end represent surplus or deficit. അതായത് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇൻകത്തിൻ്റെയും എക്സ്പെൻസിൻ്റെയും ഒരു സമ്മറിയാണ്. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എക്സ്പെൻസും ഇൻകം തമ്മിൽ കമ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം സാധാരണ ബിസിനസ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ശരിക്കും എന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇവിടെയും ഇൻകവും എക്സ്പെൻസും തന്നെയാണ് പ്രധാനമായിട്ടും എടുക്കുന്നത്. ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു റെസിപ്റ്റ്സും പേയ്മെൻറ്റുമാണ് അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എല്ലാ തരം റെസിപ്റ്റ്സും പേയ്മെൻറ്റും കാണിക്കും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ റവന്യൂ നാച്ചുറലുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ മാത്രമേ കാണിക്കുള്ളൂ. അതായത് റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നമുക്ക് ഉണ്ടാവുന്ന റെസിപ്റ്റ്സ്, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അല്ല സംഭവിക്കുന്നത്, തുടർച്ചയായിട്ട് നമുക്ക് സംഭവിക്കുന്ന റെസിപ്റ്റ്സുകളെയാണ് നമ്മൾ റവന്യൂ റെസിപ്റ്റ്സ് എന്നും അതേപോലെ തന്നെ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന പേയ്മെൻറ്റുകളെയാണ് നമ്മൾ റവന്യൂ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാസം സബ്സ്ക്രിപ്ഷൻ വിരിക്കും. ഈ സബ്സ്ക്രിപ്ഷൻ എന്താണ്? ഇത് റവന്യൂ റെസിപ്റ്റ് ആണ്. അതേസമയം ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ഒരാളുടെ ലൈഫിൽ ഒരിക്കൽ മാത്രമായിട്ട് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഒരിക്കൽ മാത്രമായിട്ട് കിട്ടുന്ന പൈസയാണ് എന്ത്? ലൈഫ് മെമ്പർഷിപ്പ് ഫീ. അപ്പോൾ അത് ക്യാപിറ്റൽ നാച്ചുറൽ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് റവന്യൂ നാച്ചുറലോ ക്യാപിറ്റൽ നാച്ചുറൽ ഉള്ളതും വേർതിരിച്ച് അറിയുക എന്നുള്ളതാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കി കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകവും എക്സ്പെൻഡിച്ചറും കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനകത്ത് റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റുമാണ് കാണിക്കുക. ദെൻ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ലോസ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ സർപ്ലസ് ഡെഫിസിറ്റ് എന്നാണ് പറയുക. അതായത് റവന്യൂ കൂടുതലും എക്സ്പെൻസ് കുറയും ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ പ്രോഫിറ്റിൽ ഉണ്ടാവുക. ആ പ്രോഫിറ്റിന് ഇവിടെ സർപ്ലസ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ, എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ ലോസ് സംഭവിക്കും. ആ ലോസിനെ നമ്മൾ എന്ത് വിളിക്കും? ഡെഫിസിറ്റ് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നുള്ളത്? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും. റെസിപ്റ്റ്സും പേയ്മെൻറ്റുമാണ് നമുക്ക് തരിക. അതിൽ നിന്നാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാവുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ ഇതിനെ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പ്രോപ്പറായിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒന്ന് വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കൃത്യമായിട്ട് വായിച്ചിട്ട് അതിനകത്ത് ഏതൊക്കെയാണ് റവന്യൂ ഏതൊക്കെയാണ് ക്യാപിറ്റൽ എന്നുള്ളതൊക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യം. ക്ലിയർ ആണല്ലോ?
അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിപ്റ്റ്സ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ റെസിപ്റ്റ്സുകളും എല്ലാ പേയ്മെൻറ്റുകളും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റവന്യൂ നാച്ചുറലുള്ള അല്ലെങ്കിൽ റവന്യൂ നാച്ചുറൽ വരുന്ന റെസിപ്റ്റ്സുകൾ ഏതൊക്കെയാണ്, റവന്യൂ നാച്ചുറൽ വരുന്ന പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ടേബിളിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ എഴുതിയെടുക്കുക, ഏതൊക്കെയാണ് റവന്യൂ റെസിപ്റ്റ്സ്, ഏതൊക്കെയാണ് റവന്യൂ പേയ്മെൻറ്റ് എന്നുള്ളത്. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റ് പറയുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എടുക്കില്ല. കാരണം ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒരു റെസിപ്റ്റ്സോ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഇൻകമോ എക്സ്പെൻസോ അല്ലാത്തത് കൊണ്ട് തന്നെ അത് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന് എന്ത് ഒഴിവാക്കുക? ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒഴിവാക്കുക. ക്ലിയർ ആണല്ലോ? ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റവന്യൂ റെസിപ്റ്റ്സും ക്യാപിറ്റൽ റെസിപ്റ്റ്സും അതേപോലെ തന്നെ റവന്യൂ പേയ്മെൻറ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും നമ്മൾ തിരിച്ചറിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. അതിൽ ക്യാപിറ്റൽസിനെ നമ്മൾ ഒഴിവാക്കുക. ക്യാപിറ്റൽ റെസിപ്റ്റ്സിനെയും ക്യാപിറ്റൽ പേയ്മെൻറ്റിനെയും ഒഴിവാക്കിയിട്ട് റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റും നമ്മൾ എടുക്കുക. ക്ലിയർ ആണല്ലോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? റവന്യൂ റെസിപ്റ്റ്സ്. ഇപ്പം നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ആദ്യത്തെ കോളം റെസിപ്റ്റ്സും രണ്ടാമത്തെ കോളം പേയ്മെൻറ്റും ആയിരുന്നു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം എക്സ്പെൻഡിച്ചറും പിന്നെ പേയ്മെൻറ്റും. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകവുമാണ് എഴുതുക. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡിൽ ഇൻകവും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ റവന്യൂ റെസിപ്റ്റ്സിനെ എല്ലാം എടുത്തിട്ട് എവിടെ കാണിക്കുക? റവന്യൂ റെസിപ്റ്റ്സ് എല്ലാം എടുത്തിട്ട് ഇൻകം സൈഡിൽ, അതായത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അതേപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറുകളെല്ലാം എടുത്തിട്ട് എവിടെ കാണിക്കുക? ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കാം. റവന്യൂ എക്സ്പെൻസിന് അല്ലെങ്കിൽ റവന്യൂ പേയ്മെൻറ്റ്സിന് എടുത്തിട്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. അതേപോലെ തന്നെ റവന്യൂ റെസിപ്റ്റ്സിനെ എടുത്തിട്ട് നമ്മൾ എവിടെ കാണിക്കുക? ഇൻകം സൈഡിൽ കാണിക്കുക. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? പിന്നെ അവിടെ നമുക്കൊരു ചോദ്യം കൂടി ബാക്കിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സംഭവിക്കാത്ത റെസിപ്റ്റ്സും പേയ്മെൻറ്റുകളും കാണിക്കാറില്ല. പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. അതായത് കൊടുക്കാൻ ബാക്കിയുള്ളത്, കിട്ടാൻ ബാക്കിയുള്ളത്, ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, അതേപോലെ തന്നെ അക്രൂഡ് ഇൻകംസ്, ഇങ്ങനെയൊക്കെയുള്ള കൊടുക്കാൻ ബാക്കിയുള്ളതും കിട്ടാനുള്ളതൊക്കെ നമ്മളിവിടെ കാണിക്കുമായിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുമായിരുന്നു. അതേപോലെ ഇവിടെയും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാണിക്കണം. ലൈക്ക് ഡിപ്രീസിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ഡിപ്രീസിയേഷൻ കൊണ്ട് നമുക്കൊരു എക്സ്പെൻസ് പോകാത്തതുകൊണ്ട് തന്നെ അത് എവിടെ ഉണ്ടാവില്ല? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കണം. ഞാൻ അതേപോലെ തന്നെ പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിങ്ങുകൾ ഉണ്ടെങ്കിൽ കാണിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടെ നമ്മൾ ഇതിൽ കാണിക്കാറുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാലവ്യത്യാസങ്ങൾ കാണിക്കാറില്ല. അതായത് കഴിഞ്ഞ വർഷം കിട്ടാനുള്ളത് കിട്ടിയാലും നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതും, അടുത്ത വർഷത്തേക്ക് കിട്ടാനുള്ളത് കിട്ടിയാലും നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതും. പക്ഷേ കറണ്ട് ഇയറിലെ എമൗണ്ട് മാത്രമേ എവിടെ കാണിക്കാൻ പാടുള്ളൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ കറണ്ട് ഇയറിലെ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി പ്രോബ്ലം പറയുമ്പോൾ നമുക്കൊന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫ്രം ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഗിവൺ ബിലോ പ്രിപ്പയർ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് ക്ലീൻ ഡൽഹി ക്ലബ്ബ് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2017. അപ്പോൾ March 31, 2017 ക്ലീൻ ഡൽഹി ക്ലബിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കണം. അതിന് നമുക്ക് അവരുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒന്ന് വായിച്ചു നോക്കാം. അതിനകത്ത് ഏതൊക്കെ ഐറ്റംസാണ് നമുക്ക് ആവശ്യമുള്ളത്, ഏതൊക്കെയാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മളത് വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് അതിൽ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെയാണ് വേണ്ടാത്തതെന്ന് നമ്മൾ മാർക്ക് ചെയ്യാം. ഇതാണല്ലോ. അപ്പോൾ നമ്മൾ റെസിപ്റ്റ് സൈഡിൽ ആദ്യം തന്നെ നമുക്ക് ബാലൻസ് തന്നിട്ടുണ്ട്. ബാലൻസ് നമ്മൾ എടുക്കില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാലൻസിനെ ഒഴിവാക്കാം. ദെൻ സബ്സ്ക്രിപ്ഷൻ റവന്യൂ റെസിപ്റ്റ്സ് ആണ്, അപ്പോൾ നമുക്ക് എടുക്കണം. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. എൻട്രൻസ് ഫീ എന്താണ്? എൻട്രൻസ് ഫീ റവന്യൂ റെസിപ്റ്റ്സ് ആണ്, അതെടുക്കും നമ്മൾ. ദെൻ ഡൊണേഷൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, സിമ്പിളായിട്ട് ഡൊണേഷൻ എന്നാണ് പറഞ്ഞിരിക്കണമെങ്കിൽ അതെന്താണ്? റവന്യൂ റെസിപ്റ്റ്സ് ആണ്. പിന്നെ അതേസമയം സ്പെസിഫിക് ഡൊണേഷനാണ്, എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഡൊണേഷനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റാണ്. അപ്പോൾ നമ്മളവിടെ എടുക്കില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കില്ല. അതേസമയം സിമ്പിളായിട്ട് വെറും ഡൊണേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാം. അതേസമയം എന്താ പറയുക, ഇപ്പോൾ ഡൊണേഷൻ ഫോർ
പവലിൻ, ഡൊണേഷൻ ഫോർ ലൈബ്രറി, ഇങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതാണെങ്കിൽ നമ്മൾ എടുക്കില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. അടുത്തായിട്ട് എന്താണ്? റെൻ്റ് ഓഫ് ഹാള്, റെൻ്റാണ്, റവന്യൂ റെസിപ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റതാണ്. അസറ്റ് വിറ്റതൊന്നും നമ്മൾ എവിടെ കാണിക്കില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. അത് ക്യാപിറ്റൽ റെസിപ്റ്റാണ്, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. സോ അത് നമ്മൾ എടുക്കില്ല. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ നമുക്ക് 2 ഐറ്റംസാണ് ഒഴിവാക്കാനുള്ളത്. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ്, 2 സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ പേയ്മെൻറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസാണ് ഒഴിവാക്കാനുള്ളത് നോക്കി നോക്കുക. സാലറി എടുക്കും, റെൻറ്റ് എടുക്കും, ഇലക്ട്രിസിറ്റി നമ്മൾ എടുക്കും, ടാക്സ് എടുക്കും, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എടുക്കും, ദെൻ സൺട്രി എക്സ്പെൻസ് എടുക്കും, ബുക്സ് പർച്ചേസ്ഡ് വാങ്ങിയത്, പർച്ചേസ്ഡ് എന്ന് പറഞ്ഞ് വരുന്നൊന്നും നമ്മൾ എടുക്കാറില്ല. സ്റ്റേഷനറി പർച്ചേസ് ഉണ്ടെങ്കിൽ എടുക്കും, അതല്ലാതെ സാധാരണയുള്ള ബുക്സൊക്കെ ഇവിടെ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ബുക്സ് പർച്ചേസ് ചെയ്തത് നമ്മൾ എടുക്കില്ല. ദെൻ നെക്സ്റ്റ് എന്താണ്? ഗവൺമെൻറ് ബോണ്ട് പർച്ചേസ്ഡ്, അത് നമ്മൾ എടുക്കില്ല, അത് അസറ്റാണ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്, അതും അസറ്റാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒഴിവാക്കാനുള്ള ഏതൊക്കെയാണ്? ബുക്സ് പർച്ചേസ്ഡ്, ഗവൺമെൻറ് ബോണ്ട് പർച്ചേസ്ഡ്, then അതേപോലെ തന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, then അതേപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കണം. ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ വരയ്ക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് March 31, 2017. ദെൻ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകം കാണിക്കുക. ക്ലിയർ ആണല്ലോ? നമ്മൾ റെസിപ്റ്റ് പേയ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയ പോലെയല്ല, ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആണ്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആണ്. ഓക്കെ ആണല്ലോ? നമ്മൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഓരോന്ന് കാണിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത റവന്യൂ എക്സ്പെൻസുകൾ ഓരോന്നും നമ്മൾ എവിടേക്ക്, അല്ലെങ്കിൽ റവന്യൂ പേയ്മെൻറ്റുകൾ ഓരോന്നും എവിടേക്ക് മാറ്റി എഴുതുക, എക്സ്പെൻസ് സൈഡിലേക്ക് എഴുതുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതി നോക്കാം. എന്തൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് വൺ സാലറി എത്രയായിരുന്നു? 1500. ദെൻ നെക്സ്റ്റ് റെൻറ്റ് എത്രയായിരുന്നു? 800. ദെൻ നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി എത്രയായിരുന്നു? 3500. ദെൻ നെക്സ്റ്റ് ടാക്സ് എത്രയാണ്? 1700. ദെൻ നെക്സ്റ്റ് എത്രയാണ്? പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എത്രയാണ്? 380. ദെൻ സൺട്രി എക്സ്പെൻസ് ഇത്രയാണുള്ളത് അല്ലേ? സൺട്രി എക്സ്പെൻസ് എത്രയായിരുന്നു? 920. ഇത്രയാണുള്ളത് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഇൻകം സൈഡിൽ കാണിക്കണം. ഇൻകം സൈഡിൽ നമ്മൾ റവന്യൂ റെസിപ്റ്റ്സുകളാണ് കാണിക്കേണ്ടത്. റവന്യൂ റെസിപ്റ്റ്സിൽ നമ്മൾ ഫസ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻ എത്രയായിരുന്നു? 22,500. 22,500. പിന്നെയോ എൻട്രൻസ് ഫീ എത്രയാ? എൻട്രൻസ് ഫീ 1250. ദെൻ നെക്സ്റ്റ് ഡൊണേഷൻ എത്രയാണ്? 2500. പിന്നെ ഒരെണ്ണം കൂടെ റെൻ്റ് ഓഫ് ഹാൾ 750. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ ബാലൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷനൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡാണ് നമുക്ക് കൂടുതൽ കിട്ടുക, അതായത് ഇൻകം സൈഡാണ് കൂടുതൽ കിട്ടുക. അപ്പോൾ നമ്മൾ
സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്ന പോലെ രണ്ട് സൈഡും നമ്മൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ 27,000 എന്ന് കിട്ടും. ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ എത്രയാണ് നമുക്ക് കിട്ടുക? 27,000. അത് നമ്മൾ രണ്ട് സൈഡിലും എഴുതാം. അതിനുശേഷം സാധാരണ ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിലുള്ള ഓരോ ഐറ്റംസ് നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് 18,200 എന്ന് കിട്ടും. 18,200. ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ നമ്മളതിനെ സർപ്ലസ്, സാധാരണ പ്രോഫിറ്റ് എന്നല്ല വിളിക്കുക. അപ്പോൾ ഇവിടെ നമ്മളെന്താ വിളിക്കുക? സർപ്ലസ്. അപ്പോൾ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് 18,200 കാണിക്കുക. ഇങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു പ്രോബ്ലം കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. എന്തായാലും നിങ്ങളതൊന്ന് ചെയ്തു നോക്കാം. അതിനുശേഷം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ